വിശുദ്ധ ഖുർആൻ സൂറത്തു ത്വലാഖിലെ 2-ാം വചനത്തിൻ്റെ അവസാനത്തിൽ വമൻ യത്തഖില്ലാഹ് യജ്അൽ ലഹു മഖ്റജ, ആരാണോ അള്ളാഹനെ സൂക്ഷിക്കുന്നത് അവർക്കൊരു വഴിയുണ്ടാവും, അവർക്ക് എളുപ്പമുള്ളൊരു മാർഗം കാണിച്ചു കൊടുക്കും. അവരെവിടെയും ഒന്നുമില്ലാതെ അലിയുന്നൊരവസ്ഥ ഉണ്ടാവില്ല. അവർക്കൊരു വഴി അള്ളാഹ് കാണിച്ചു കൊടുക്കുന്നു. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, വിചാരിക്കാത്ത വിധത്തിൽ അവർക്ക് ജീവിത വിഭവങ്ങൾ പടച്ചവൻ കൊടുക്കുന്നു. വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹു, ആരാണോ അള്ളാഹുവിൽ തവക്കൽ ചെയ്യുന്നത്, അർപ്പിക്കുന്നത്, ജീവിതം അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നത്, അവർക്ക് അല്ലാഹ് മതി. എത്ര ഹൃദ്യമാണ് ആ വചനങ്ങൾ. ആ ഒരളവിലേക്ക് നമ്മുടെ ഈമാനിനെ, ദൈവവിശ്വാസത്തെ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ജീവിതം മുഴുവനും അതിൻ്റെ സന്തോഷഭരിതമായ ഒരവസ്ഥ നിന്റെ റബ്ബ് നിന്നെ കൈവിടുകയില്ല എന്ന് നീ പറയണം. നിന്റെ റബ്ബ് നിനക്ക് കോരിച്ചൊരിഞ്ഞു തന്ന, നിന്റെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞു തന്ന റഹ്മത്തുകളെക്കുറിച്ച്, നിഅമത്തുകളെക്കുറിച്ച് നീ പറയണം. സംസാരത്തിൽ അത് പറയണം. അള്ളാഹുവിൻ്റെ നിഅമത്തുകളെക്കുറിച്ച് പറയണം. ഏത് തരത്തിലുള്ള പ്രതിസന്ധികളിലും അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ദൈവത്തെക്കുറിച്ച് പറയാൻ വിശുദ്ധ ഖുർആൻ ഏറ്റവും ഉപയോഗിച്ചിട്ടുള്ളൊരു പദമാണ് റഹ്മാൻ, റഹീം, അർഹമുർ റാഹിം. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയ കാരുണ്യത്തിൻ്റെ ഏറ്റവും വലിയൊരവസ്ഥയാണ്. ഏറ്റവും പരമകാരുണ്യവാൻ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള ഒരാൾ കാരുണ്യമില്ലാതെ വേറെന്തെങ്കിലും തരുമോ? കാരുണ്യമല്ലാതെ വേറെന്തെങ്കിലും തരുമോ? അങ്ങനെയുള്ള ഒരാൾ നമുക്കൊരു പക്ഷേ കാരുണ്യമായിട്ട് തോന്നണമെന്നില്ല. രോഗങ്ങളാകാം, പ്രതിസന്ധികളാകാം, വേദനകളാകാം. ഇപ്പം തുരുമ്പ് പിടിച്ചൊരു കത്തി നമ്മളൊരു കൊല്ലൻ്റെ ആലയിൽ കൊണ്ടുപോയിട്ട് ഇതൊന്ന് മൂർച്ച കൂട്ടി തരണം എന്ന് പറഞ്ഞാൽ അയാൾ ആദ്യം ചെയ്യുന്ന എന്താണ്? ആ കത്തി എടുത്തിട്ട് തീയിലേക്ക് വെക്കുക ചെയ്യുന്നു. തീയിലേക്ക് വെച്ച് ചുട്ട് പഴുത്ത് ചുവന്നതിന് ശേഷം ആ കത്തി പുറത്തേക്ക് എടുത്തിട്ട് പിന്നെ ചെയ്യുന്ന എന്താണ്? അയാളെ കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ അതിനടിച്ച് പരുവപ്പെടുത്തുക ചെയ്യുന്നു. ആ അടിച്ച് പരുവപ്പെടുത്തുകയും ചെയ്തതിന് ശേഷം വെള്ളത്തിൽ മുക്കിയിട്ട് അതിങ്ങനെ പുറത്തെടുത്തിട്ടൊന്ന് മിനുസപ്പെടുത്തിയാൽ എത്ര സുന്ദരമായിരിക്കും ആ കത്തി. എങ്ങനെയാണ് ആ മൂർച്ച കൈവന്നത്? അതിന് കിട്ടേണ്ടതൊക്കെ കിട്ടിയപ്പോഴാണ്, അത് ചിലതൊക്കെ അനുഭവിച്ചപ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന വേദനകളാകട്ടെ, രോഗമാകട്ടെ, പ്രതിസന്ധികളാകട്ടെ, അവിടെ നിന്നാണ് നമ്മളായത്. ഈ ഒരു ഉൾവെളിച്ചമാണ് യഥാർത്ഥത്തിൽ ഖുർആൻ തരുന്നത്. ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും യാദൃച്ഛികമല്ല എന്നൊരാൾ മനസ്സിലാക്കുമ്പോൾ അയാളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു സമാധാനമാണ്. വല്ലുഹ വല്ലൈലി ഇദാ സജ, ലുഹ എന്നൊരു നേരമുണ്ടല്ലോ, ഉച്ചസമയത്തിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു സമയം. അതൊരു സത്യമാണ് എങ്കിൽ അതുപോലെ സത്യമാണ് ഇനി പറയുന്ന കാര്യം. വല്ലൈലി ഇദാ സജ, രാത്രി മൂടിക്കെട്ടുമ്പോൾ, ശാന്തമാകുമ്പോൾ അതൊരു സത്യമാണോ? രാത്രി എന്നതൊരു സത്യമാണെങ്കിൽ ഇനി പറയാനിരിക്കുന്നത് സത്യമാണ്. എന്നിട്ട് പറയാം, മാ വദ്ദഅക റബ്ബുക വമാ ഖല, നിന്റെ റബ്ബ് നിന്നെ ഒരിക്കലും വെറുക്കൂല. നിന്റെ രക്ഷിതാവേ നിന്നെ ഒരിക്കലും വെറുക്കൂല, നിന്നെ ഒരിക്കലും കൈവിടുകയുമില്ല, നിന്നെ ഒരിക്കലും കൈവിടില്ല. വലൽ ആഖിറ ഖൈറുൽ ലക മിനൽ ഊല, ഈ ലോകത്തേക്കാൾ നിനക്ക് നല്ലത് വരാനിരിക്കുന്ന ലോകമാണ്. ഈ ലോകത്തേക്കാൾ നിനക്ക് നല്ലത്. വലസൗഫ യുഅതീക റബ്ബുക ഫതർദ, നിന്റെ റബ്ബ് നിനക്ക് തരുടോ, എന്തിനാ നീ പേടിക്കുന്നത്? ഇവിടെ കിട്ടാത്തതൊക്കെ നിനക്ക് അവിടെ കിട്ടും. അവിടെ കിട്ടിയതൊന്നും പിന്നെ ഒരിക്കലും നഷ്ടപ്പെടില്ല. ഇവിടെ നഷ്ടപ്പെട്ടതൊക്കെ അവിടെ തരും. അവിടെ കിട്ടിയതൊന്നും പിന്നെ ഒരിക്കലും നിന്നെ കൈവിടുകയില്ല. നിനക്ക് തരും. തന്നു കഴിഞ്ഞാലോ ഫതർദ, അപ്പം നിനക്ക് സന്തോഷമാകും. അലം യജ്ദിക യതീമൻ ഫആവ, നീ ഒരു അനാഥനായിരുന്നില്ലേ, നിനക്ക് അഭയം നൽകിയില്ലേ നിന്റെ റബ്ബ്. വവജദക ദാല്ലൻ ഫഹദ, നീ വഴികെട്ടവനോ വഴിയിൽ അറിയാത്തവനോ വഴികേടിലോ ആയിരുന്നില്ലേ, അവിടെ നിന്ന് നിന്നെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നില്ലേ നിന്റെ നാഥൻ. വവജദക ആഇലൻ ഫഅഗ്ന, നിന്നെ അലഞ്ഞു തിരിയുന്നവനായി കണ്ടില്ലേ, നിനക്ക് ഐശ്വര്യം നൽകിയില്ലേ. ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ, അതുകൊണ്ട് അനാഥനായൊരു കുട്ടി നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിലുണ്ടെങ്കിൽ, നിന്റെ നാട്ടിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നീ അവനെ അവഗണിക്കരുത്. നിന്റെ ഉത്തരവാദിത്തമാണ് ആ കുട്ടിയും. വഅമ്മസ്സായില ഫലാ തൻഹർ, ചോദിച്ചു വരുന്ന ഒരാളെയും എന്തെങ്കിലും നൽകിയിട്ടല്ലാതെ നീ അയാളെ പറഞ്ഞയക്കരുത്. വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, നിന്റെ റബ്ബ് നിനക്ക് നൽകിയിരിക്കുന്ന നിഅമത്തുകളില്ലേ, അതിനെക്കുറിച്ച് നീ പറയണം. നിന്റെ റബ്ബ് നിന്നെ കൈവിടുകയില്ല എന്ന് നീ പറയണം.
നിന്റെ റബ്ബ് നിനക്ക് കോരിച്ചൊരിഞ്ഞു തന്ന, നിന്റെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞു തന്ന റഹ്മത്തുകളെക്കുറിച്ച്, നിഅമത്തുകളെക്കുറിച്ച് നീ പറയണം. സംസാരത്തിൽ അത് പറയണം. അള്ളാഹുവിൻ്റെ നിഅമത്തുകളെക്കുറിച്ച് പറയണം. ജീവിതത്തിൻ്റെ ഏത് അവസ്ഥകളെയും യാഥാർത്ഥ്യബോധത്തോടു കൂടി റിയലിസ്റ്റിക്കായിട്ട് നോക്കിക്കാണാൻ ഒരു സത്യവിശ്വാസിക്ക് കഴിയും. അതാണ് സൂറത്തുൽ ഹദീദ്, വിശുദ്ധ ഖുർആൻ 21-ാമത്തെ വചനം. അല്ലാഹ് പറയണേ, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഹ ഇന്ന ദാലിക അലല്ലാഹി യസീർ ലകൈ ലാ തഅസു അലാ മാ ഫതകും വലാ തഫറഹു ബിമാ ആതാകും വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. തിരൂരിലുള്ള നമ്മുടെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം പറയാം, അദ്ദേഹത്തിൻ്റെ 22 വയസ്സുള്ള നിറയൗവനത്തിൽ ചുറുചുറുക്കോടുകൂടി ജീവിച്ചിരുന്ന ഒരു ആൺകുട്ടിയാണ് ഫുട്ബോൾ കളിക്കിടയിൽ മറ്റൊരു കളിക്കാരനോട് കൂട്ടിമുട്ടിയിട്ട് മരിച്ചുപോയത്. നമ്മുടെയൊക്കെ ഒരു സുഹൃത്തായിരുന്നു, അബ്ദുൽ വഹാബ് എന്നായിരുന്നു എൻ്റെ പേര്. നല്ലൊരു പ്രതിഭാശാലിയായൊരു കുട്ടിയാണ്. ആ കുട്ടി മരണപ്പെട്ട വീട്ടിലേക്ക് വാപ്പയെ, കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ മകൻ നഷ്ടപ്പെട്ട വാപ്പയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കുറേ ആളുകൾ ആ വീട്ടിലേക്ക് വരുന്നുണ്ട്. എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. മകൻ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ നമുക്കറിയാം. ആ സങ്കടം എത്ര വലുതായിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയണം, ഒരുപാട് ആളുകൾ വന്നിട്ട് എന്നെ ആശ്വസിപ്പിക്കുന്നുണ്ട്, പക്ഷേ എനിക്കൊരു ആശ്വാസമൊന്നും അതുകൊണ്ട് കിട്ടുന്നില്ല. അതിനിടയ്ക്ക് ഒരാൾ വന്നു, പണ്ഡിതനായ ഒരാൾ, പ്രൊഫസർ NB അബ്ദുറഹ്മാൻ എന്ന് പറയും, ഒരു സയൻറ്റിസ്റ്റാണ് അദ്ദേഹം. അദ്ദേഹം വന്നിട്ട് ഈ മകൻ നഷ്ടപ്പെട്ട് മകൻ്റെ മയ്യത്തിൻ്റെ അരികിലിരിക്കുന്ന വാപ്പയോട് ചോദിക്കുകയാണ്, ഇവിടെ ഖുർആൻ പരിഭാഷ അല്ലേ? ആ, ഖുർആൻ പരിഭാഷ ഉണ്ട്, ഒന്ന് എടുത്തുകൊണ്ടുവരുമോ? അദ്ദേഹം എടുത്തുകൊണ്ടുവന്നു. ആ സൂറത്തുൽ ഹദീദ് ഒന്ന് തുറക്കുമോ? സൂറത്തുൽ ഹദീദ് തുറന്നു. അതിൽ 21-ാമത്തെ ആയത്തൊന്ന് ഓതോ, എന്നിട്ട് അതിൻ്റെ അർത്ഥം ഒന്ന് പറയോ. സങ്കടങ്ങളുടെ നെരിപ്പോടിൽ കഴിയുന്നൊരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് അള്ളാഹുവിൻ്റെ വചനം ഒരു മഴയായി പെയ്യുന്ന ഒരവസ്ഥയാണ്. അതൊരു കുളിർമഴയാണ്. നമ്മുടെ ജീവിതത്തെ ആകെ മാറ്റിപ്പണിയും, നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റിപ്പണിയും ഖുർആൻ. നമ്മുടെ ജീവിത ശീലങ്ങളിൽ ഖുർആൻ ഇടപെടും, നമ്മുടെ സങ്കടങ്ങളിൽ ഖുർആൻ ഇടപെടും, സന്തോഷങ്ങളിലും ഇടപെടും. അദ്ദേഹം ആ വചനം ഇങ്ങനെ ചൊല്ലാണ്, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഹ ഇന്ന ദാലിക അലല്ലാഹി യസീർ. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടോ, അല്ലാഹ് പറയാ, ഈ ലോകത്ത് തന്നെ എന്ത് സംഭവിക്കുന്നുണ്ടോ, ഒന്നും യാദൃച്ഛികമല്ല, ഒന്നും യാദൃച്ഛികമായി സംഭവിക്കുന്നില്ല. എല്ലാം മുൻകൂട്ടി ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടല്ലാതെ അള്ളാഹുവിന് അതെല്ലാം എളുപ്പമാണ്. എന്തിനാണ് ഇങ്ങനെ മുൻകൂട്ടി ഒരു രേഖപ്പെടുത്തൽ? എന്തിനാണത്? എന്തിനാണ് അങ്ങനെ ഒരു മുൻകൂട്ടി രേഖപ്പെടുത്തൽ? മകൻ മരിച്ചു കിടക്കുന്ന വാപ്പയാണ് ഇത് ചൊല്ലുന്നത്. ലികൈലാ തഅസൗ അലാ മാ ഫാതകും. നഷ്ടപ്പെട്ട ഒരു കാര്യത്തിൻ്റെ പേരിൽ നിങ്ങൾ സങ്കടപ്പെടാതിരിക്കാൻ. വലാ തഫ്റഹു ബിമാ ആതാകും. നിങ്ങൾക്ക് കിട്ടിയ സുഖാനുഗ്രഹങ്ങളുണ്ടല്ലോ, ഐശ്വര്യങ്ങളുണ്ടല്ലോ, അതിൽ നിങ്ങൾ അതിരുവിട്ട് സന്തോഷിക്കാതിരിക്കാനുമാണ്. അങ്ങനെ അതിരുവിട്ട് സന്തോഷിക്കുന്നവരെ, അഹങ്കരിക്കുന്നവരെ വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, അങ്ങനെയുള്ളവർ അള്ളാഹുവിന് ഇഷ്ടമല്ല. അങ്ങനെ ഒരാൾക്ക് അള്ളാഹിനെ അനുഭവിക്കാൻ കഴിയുക എന്നുള്ളത് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അള്ളാഹുവിനെ ഒരാൾ മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ്. ഇതാണ് ഖുർആൻ പറഞ്ഞത്. ഇതാണ് എല്ലാ വേദഗ്രന്ഥങ്ങളും മനുഷ്യന് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. ദൈവത്തെക്കുറിച്ചുള്ള ഉൾവിചാരങ്ങളാണ് നൽകുന്നത്, വിശ്വാസമല്ല. ദൈവത്തെക്കുറിച്ച് വിശ്വാസമില്ലാത്ത ആളുകൾ വളരെ കുറവാണ്. ലോക ചരിത്രത്തിൽ തന്നെ വളരെ വളരെ കുറവായിരിക്കും ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾ. അങ്ങനെ ഒരു വിശ്വാസം പഠിപ്പിക്കാൻ വന്ന ഗ്രന്ഥമല്ല ഇത്. ദൈവത്തിൽ വിശ്വസിക്കാൻ പറയാൻ വന്ന ഗ്രന്ഥമല്ല ഇത്. മറിച്ച് ദൈവത്തിലുള്ളൊരു ഉറപ്പുണ്ടാക്കിയെടുക്കാനാണ്. ജീവിത മേഖലകളെ ആകെ ശുദ്ധീകരിക്കുന്ന, സംസ്കരിക്കുന്ന അവസ്ഥയിലേക്ക് ദൈവവിശ്വാസം കടന്നു വരണം എന്ന് പഠിപ്പിക്കാനാണ്
വിശുദ്ധ ഖുർആൻ വന്നത്. ഏതൊരു മതഗ്രന്ഥം നിങ്ങൾ എടുത്തു നോക്കൂ, ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്. കഥകൾ പറയുന്നത്, ഉപമകൾ പറയുന്നത്, ചരിത്രം പറയുന്നത്, ഉദാഹരണങ്ങൾ നിരത്തുന്നത് എല്ലാം ദൈവത്തെക്കുറിച്ച് പറഞ്ഞു തരാനാണ്. സാമവേദത്തിലെ ആഗ്നേയ കാണ്ഡത്തിലെ 8-ാം അധ്യായത്തിൽ 19 മുതലുള്ളൊരു വചനമുണ്ട്. ദൈവത്തോടുള്ളൊരു പ്രാർത്ഥനയാണ്. രായ അഗ്നേ മഹേത്വ ദാനായ സമിധീമഹേ ഈഡിശ്വാഹീമഹേ വൃഷ ദ്യാവഹോത്രായ പൃഥ്വി. ഭൂമിയെ സൃഷ്ടിച്ചവനെ, അഗ്നിയെ സൃഷ്ടിച്ചവനെ, ആകാശങ്ങളെ സൃഷ്ടിച്ചവനെ, അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ചവനെ, അഗ്നിയെ സൃഷ്ടിച്ചവനെ, വരാനിരിക്കുന്നൊരു മഹാശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുകൊള്ളണമേന്ന്. ഹൈന്ദവ വേദമാണിത് പറയുന്നത്, വരാനിരിക്കുന്നൊരു ശിക്ഷയെക്കുറിച്ച്. നമുത്ര ഹി സഹായാർത്ഥം പിതാ മാതാ ചതിഷ്ഠത ന പുത്രധാര ന ജ്ഞാതിർ ധർമ്മസ്ഥിഷ്ഠതി കേവല. അതേ സാമവേദത്തിലെ മറ്റൊരു വചനാണ്. നമുത്ര ഹി സഹായാർത്ഥം പിതാ മാതാ ചതിഷ്ഠിത. ആ വരാനിരിക്കുന്ന ലോകമുണ്ടല്ലോ, അവിടെ പിതാവോ മാതാവോ ന പുത്രധാര ന ജ്ഞാതിർ, പുത്രന്മാരോ തലമുറകളോ നമ്മളെ രക്ഷിക്കാനുണ്ടാവില്ല. ആരും ആരെയും രക്ഷിക്കാനില്ല. നമ്മളെ രക്ഷിക്കുവാൻ നമ്മുടെ കൂടെ ഉള്ള ഒരേ ഒരു ശക്തി എന്ന് പറയുന്നത് ധർമ്മസ്ഥിഷ്ഠതി കേവലം. നമ്മളെന്താണോ ധർമ്മം ചെയ്തത് അതുണ്ടാകും, നമ്മളെന്താണോ നന്മ ചെയ്തത് അതുണ്ടാകും. ബാക്കിയൊന്നും നമ്മുടേതല്ല. അതാണ് ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ പഠിപ്പിച്ച്. ബാഖിയാത്തു സ്വാലിഹാത്ത്, ബാക്കിയാകുന്ന സ്വാലിഹുകൾ എന്നാണ്. സ്വാലിഹായ പ്രവർത്തനങ്ങൾ എന്ന് പോലും പറഞ്ഞില്ല, ബാക്കിയാകുന്ന സ്വാലിഹുകൾ. നല്ല ഒരു വിചാരം പോലും ഒരു സൽക്കർമ്മമാണ്, ഒരു പ്രവർത്തനമായിട്ടൊന്നുമില്ല. ഒരു നല്ല വിചാരം പോലും ഒരു ഉന്നതമായ സൽക്കർമ്മമായിട്ടാണ് വിശുദ്ധ ഖുർആൻ എണ്ണിയിട്ടുള്ളത്. അപ്പോൾ പ്രവർത്തനങ്ങളാണ് ജീവിതത്തിൻ്റെ സൗഭാഗ്യം. നല്ല പ്രവർത്തനങ്ങളാണ് ജീവിതത്തിൻ്റെ സൗഭാഗ്യം. ഓരോ പ്രവാസിയും ആലോചിക്കുന്നത് എത്ര സമ്പാദിക്കാം എന്നാണ്. നമ്മൾ ആലോചിക്കേണ്ടത് എത്ര നന്നായി സമ്പാദിക്കാമെന്നാണ്. കാരണം അതാണ് വേദഗ്രന്ഥം നമ്മോട് പറഞ്ഞുള്ളൂ. ഇങ്ങനെ ഒരു ജീവിതം തന്നത് എന്തിനാണ് എന്ന് വിശദീകരിക്കുന്നിടത്ത് ഖുർആൻ പറഞ്ഞത്, ഇങ്ങനെ ഒരു ജീവിതം തന്നതിൻ്റെ ഉദ്ദേശ്യം നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും നന്നായി അമലുകൾ ചെയ്യുന്നത് എന്നറിയാനാണ്. അതിനാണ് എല്ലാ സൗഭാഗ്യങ്ങളും തന്നത്. അതിനാണ് നമുക്ക് വാഹനം തന്നത്, അതിനാണ് നമുക്ക് ശരീരം തന്നത്, അതിനാണ് നമുക്ക് ആയുസ് തന്നത്, അതിനാണ് നമുക്ക് ആരോഗ്യം തന്നത്, അതിനാണ് നമുക്ക് പണം തന്നത്, അതിനാണ് കണ്ണ് തന്നത്, നാവ് തന്നത്, കാത് തന്നത്, കൈകാലുകൾ തന്നത്. അള്ള എന്തൊക്കെ തന്നിട്ടുണ്ടോ അത് മുഴുവനും അമലു സ്വാലിഹ് ചെയ്യാനാണ്, നല്ല പ്രവർത്തനങ്ങൾ അതുകൊണ്ട് ചെയ്യാനാണ്. വ്യക്തമാണ് ആ കാര്യം. നല്ല പ്രവർത്തനങ്ങൾ അതുകൊണ്ട് ചെയ്യാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെയൊക്കെ കീശയിൽ കിടക്കുന്ന മൊബൈൽ ഫോൺ ഇതൊരു അനുഗ്രഹമാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനൊരു സംഗതി ആലോചിക്കാൻ പോലും കഴിയില്ലായിരുന്നു ആളുകൾക്ക്. ഇതൊരു സൗഭാഗ്യമല്ല. ഇതിനെക്കുറിച്ച് അള്ളാഹു നമ്മളോട് ചോദിക്കൂലേ, എല്ലാ സൗഭാഗ്യങ്ങളെക്കുറിച്ചും വരാനിരിക്കുന്ന ആ ലോകത്ത് ചോദിക്കുന്നതാണ്. ഏതൊരാൾ നിങ്ങൾ ചെന്നിട്ട് ചോദിച്ചു നോക്കൂ, അയാളുടെ ഏറ്റവും വലിയൊരു പ്രതീക്ഷ, സ്വപ്നം, ജീവിതം എല്ലാം അയാളുടെ മക്കൾ, അയാളുടെ കുടുംബം, അയാളുടെ ജോലി, അയാളുടെ സമ്പാദ്യം. അതാണ് ഭൗതിക ലോകം എന്ന് പറഞ്ഞാൽ. നമ്മുടെ ജീവിതം അതായി മാറുകയാണ്, അതായിട്ട് അങ്ങോട്ട് മാറുകയാണ് ഒരാളുടെ ജീവിതം. മക്കള്, ഏതൊരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം കുടുംബത്തിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലുന്ന പ്രവാസികൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. വൈകുന്നേരം വീട്ടിലേക്ക് അണയുന്നവർ, മാതാവിൻ്റെ സ്നേഹത്തണലിലേക്ക് ചെല്ലുന്നവർ, പിതാവിൻ്റെ വാത്സല്യത്തണലിലേക്ക് ചെല്ലുന്നവർ, ഭാര്യയുടെ ഇണക്കത്തിലേക്ക് ചെല്ലുന്നവർ, മക്കളുടെ കൊഞ്ചലിലേക്കും കൗതുകത്തിലേക്കും ചെല്ലുന്നവർ എത്ര കുറച്ച് ആളുകളാണ്. സങ്കടങ്ങളുടെ ശരീരമാണ് ഓരോ പ്രവാസിയും. അവരുടെ ജീവിതം തന്നെ അവർക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കത്തിയെരിഞ്ഞ് നിൽക്കുന്ന ഒരു മെഴുകുതിരിയാണ് ഏതൊരു പ്രവാസിയും. ഒരു ചെറിയ കാറ്റ് വരുമ്പോഴേക്ക് അത് കെട്ടുപോവുകയും ചെയ്തു. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കത്തുകയാണ്, ഒരു ചെറിയ കാറ്റത്തത് കെട്ടുപോവുകയും ചെയ്യും. രോഗങ്ങളുടെ ഭണ്ഡാരവുമായി നാട്ടിലേക്ക് കുടിയേറുന്നവർ അവസാനം കൂടെയുള്ളവരറിയില്ല, കൂട്ടുകാരറിയില്ല, വീട്ടിൽ നിന്ന് വന്നിട്ടുള്ള കുടുംബത്തിലെ പുതിയ കുട്ടികളൊന്നും അദ്ദേഹത്തെ അറിയുന്നില്ല. ഒരു അന്യനായി മാറുന്നു അവർക്ക് വേണ്ടി ജീവിച്ച ഒരാൾ. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ്, അദ്ദേഹത്തിൻ്റെ റൂമിലുണ്ടായിരുന്ന ഒരാൾ ഒരുപാട് കാലം ഗൾഫിൽ ജീവിച്ച ആളാണ്. അങ്ങനെ നാട്ടിലേക്ക് പോകണത്. അപ്പോൾ റൂമിലുള്ള ആളുകൾ തീരുമാനിക്കുകയാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനം നമുക്ക് വാങ്ങിക്കൊടുക്കാമെന്ന്.
അങ്ങനെ മൂപ്പരോട് ചോദിക്കണം എന്താണ് വേണ്ടത്. ഒരുപാട് നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരാഗ്രഹം. 10-30 കൊല്ലക്കാലം ഈ ഗൾഫിൽ ജീവിച്ച ഒരാൾ എല്ലാ ആഗ്രഹവും ഞങ്ങൾ നടത്തിത്തരാ, നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞപ്പോൾ ഒരാഗ്രഹം പറഞ്ഞത് എന്താണെന്നറിയോ? ഒരു ഷവായ കഴിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മക്കളത് കഴിച്ചിട്ടുണ്ടാവും, അദ്ദേഹം ഇതുവരെ കഴിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മക്കൾ അതിലേറെ നല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും, അദ്ദേഹം ഇക്കാലം വരെ അത് കഴിച്ചിട്ടില്ല. ആ മക്കൾക്ക് വേണ്ടി അല്ലേ? ഏതൊരു മനുഷ്യനോട് ചോദിച്ചാലും എന്താണ് നിങ്ങളുടെ സമ്പാദ്യം എന്ന് ചോദിച്ചാൽ അയാൾ പറയും എൻ്റെ മക്കളാണ് എൻ്റെ സമ്പാദ്യം. എനിക്ക് എന്തിനാണ് അതിലേറെ വലിയ സമ്പാദ്യം? എൻ്റെ കുട്ടികളാണ് എൻ്റെ സമ്പാദ്യം എന്ന് പറയും. ആണോ? ആയേക്കാം, അത്രേ പറയാൻ പറ്റുള്ളൂ. നമ്മളൊക്കെ നമ്മുടെ വാപ്പൻ്റെയും എൻ്റെയും സമ്പാദ്യമാണ്. അവരൊക്കെ നമ്മളെ ചൂണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ലേ എൻ്റെ മക്കളാണ് എൻ്റെ സമ്പാദ്യം. ഈ പണത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിനിടയിൽ ആ ഉമ്മയുടെ ആ ഉപ്പയുടെ ഖബറിൻ്റെ അരികിൽ ഒന്ന് ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോലും സമയം കാണാത്ത മക്കളാണ് ഞാനും നിങ്ങളുമെങ്കിൽ എന്ത് സമ്പാദ്യമാണത്? സമ്പാദ്യമാണ്. പിന്നെ നമ്മുടെ മക്കൾ നമുക്കെങ്ങനെ സമ്പാദ്യമാവുക? സമ്പാദ്യമെന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഏത് കോണിലായിരിക്കുമ്പോഴും എത്ര വലിയ ശമ്പളം വാങ്ങുന്നവരാകുമ്പോഴും അവരുടെ പ്രാർത്ഥനാ വേളകളിൽ ആ പാവ ഉമ്മയെയും ഉപ്പയെയും അവരൊന്ന് ഓർക്കുന്നുണ്ടെങ്കിൽ അത് മതി. അയച്ചു കൊടുക്കുന്ന വലിയ ശമ്പളത്തുകയേക്കാൾ അവർക്ക് അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രീതി ലഭിക്കുന്നത് ഈ പാവ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും വേണ്ടി നടത്തുന്ന മക്കളുടെ പ്രാർത്ഥനയാണ്. അപ്പം നമുക്ക് പറയാം എൻ്റെ കുട്ടികൾ എൻ്റെ സമ്പാദ്യമാണ്. അല്ലെങ്കിൽ എന്ത് സമ്പാദ്യമാണത്? നമ്മുടെ സ്വത്ത് നമ്മുടെ സമ്പാദ്യമാണോ? ചോര നീരാക്കി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന സ്വത്ത് നമ്മുടേതാണോ? നമ്മുടെ അവസാനത്തെ ശ്വാസത്തോടു കൂടി അത് നമ്മുടേതല്ലാതായി മാറുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകം കണ്ട ഏറ്റവും നല്ല ഗുരുനാഥൻ, നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു വചനമുണ്ട്. അതിമനോഹരമായ സാരവത്തായ ഒരു വചനം. തിരുനബി പഠിപ്പിക്കുകയാണ്, ഏതൊരു മനുഷ്യനും 3 കൂട്ടുകാരുണ്ട്. എല്ലാ മനുഷ്യനും ഉണ്ടാകും 3 കൂട്ടുകാർ. ഒന്നാമത്തെ കൂട്ടുകാരൻ സമ്പത്താണ്, രണ്ടാമത്തെ കൂട്ടുകാരൻ കുടുംബമാണ്, മൂന്നാമത്തെ കൂട്ടുകാരൻ അമലാണ്, പ്രവർത്തനങ്ങൾ. ഒന്നാമത്തെ കൂട്ടുകാരൻ സമ്പത്ത് മനുഷ്യനോടൊക്കെ പറയുന്നുണ്ട്, നീ പേടിക്കണ്ട, ഒരു പേടിയും നിനക്ക് വേണ്ട, ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടോ. എന്തിനാ പേടിക്കുന്നത്? നിന്റെ പണം നിന്റെ കയ്യിലില്ലേ? എത്ര വലിയ മഹാരോഗങ്ങൾ നിനക്ക് വന്നാലും നിന്റെ പണമല്ലേ നിന്റെ കയ്യിൽ? എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും നിന്റെ അക്കൗണ്ടിൽ കിടക്കുന്ന കോടികൾ ലക്ഷങ്ങൾ നിനക്ക് തുണയായി തീരൂലേന്ന് മനുഷ്യനോട് ഇങ്ങനെ പറയുന്നുണ്ട്. പണം പറയുന്നില്ലെങ്കിലും ആ പറച്ചിൽ നമ്മളിങ്ങനെ അനുഭവിക്കുന്നുണ്ട്, ഒരു സെക്യൂരിറ്റി. പക്ഷേ ഈ പണം മനുഷ്യനോട് പറയും, പക്ഷേ ഞങ്ങൾക്ക് ഒരളവ് വരെ നിന്നെ സഹായിക്കാൻ പറ്റുള്ളൂ, നിന്റെ അവസാനത്തെ ശ്വാസം വരെ. എത്ര വലിയ ഹോസ്പിറ്റലിലേക്കും നിന്നെ കൊണ്ടുപോകാൻ നിന്റെ പണം ഉണ്ടാവും, പക്ഷെ ആ അവസാനത്തിന് ശ്വാസം വന്നു കഴിഞ്ഞാൽ പിന്നെ ഹോസ്പിറ്റലുകൾക്ക് പ്രസക്തിയില്ല. നിന്റെ അക്കൗണ്ടിൽ കിടക്കുന്ന പണം പിന്നെ നിൻ്റേതല്ലാതായി മാറുന്നു. രണ്ടാമത്തെ കൂട്ടുകാർ കുടുംബമാണ്. ആ കുടുംബം മനുഷ്യനോട് പറയും, മരിക്കുന്നത് വരെ മാത്രമൊന്നുമല്ല ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടാവുക, മരിച്ചു കഴിഞ്ഞാലും ഉണ്ടാവും. അതാ ആ മരത്തിൻ്റെ അവിടെ വരെ ഉണ്ടാകും. ഖബറിടത്തിൽ ഉയർന്നു നിൽക്കുന്ന മരത്തിലേക്ക് ചൂണ്ടിയിട്ട് കുടുംബം പറയുന്നുണ്ട് നമ്മളോട്, നമ്മളറിയാതെ പറയുന്നുണ്ട്, അവിടെ വരെ ഉണ്ടാവും. അവിടെ നിന്ന് അങ്ങോട്ട് നിന്റെ ഖബറിലേക്ക് മണ്ണ് വാരി എറിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകും. പിന്നെ ഞങ്ങളുടെ സന്തോഷം, ഞങ്ങളുടെ ആനന്ദം, ഞങ്ങൾ നിന്നെയൊക്കെ മറന്നുപോകും. അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്ന് പറയും. ഒരു പെരുന്നാൾ വരുമ്പോൾ, ഒരു നോമ്പ് വരുമ്പോൾ, ഒരു ഓണം വരുമ്പോൾ, ഒരു വിഷു വരുമ്പോൾ, ഒരു ക്രിസ്തുമസ് വരുമ്പോൾ നമ്മൾ പറയും അച്ഛനുണ്ടായിരുന്ന കാലത്തെക്കുറിച്ച്, ഉപ്പയുണ്ടായിരുന്ന ഒരു നല്ല കാലത്തെക്കുറിച്ച് പറയും. ഉമ്മ ഉണ്ടായിരുന്ന കാലത്തുള്ള നോമ്പുണ്ടല്ലോ, ആ നോമ്പായിരുന്നു നോമ്പ് എന്ന് പറയൂലേ? അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ എന്താണ് നമ്മുടെ സമ്പാദ്യം? സഹോദരന്മാരെ, സഹോദരികളെ, എന്താണ് എൻ്റെയും നിങ്ങളുടെയും സമ്പാദ്യം? ഇത് രണ്ടും നമ്മുടെ സമ്പാദ്യമാണ് എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. അതിനനുസരിച്ച് അതിനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം. എന്നാൽ മൂന്നാമത്തെ ഒരു ആളുണ്ട്, അയാൾ നമ്മളോട് പറയാണ്, നിന്റെ കൂടെ ഞങ്ങളുണ്ടാകും. നീ മരിച്ചു പോവുകയാണെങ്കിലും നീ ജീവിച്ചിരിക്കുകയാണെങ്കിലും നിന്റെ കൂടെ ഇടമുറിയാതെ ഒരിക്കലും അകലാതെ നിന്റെ കൂടെ ഞങ്ങളുണ്ടാകും. അതാരാ? അത് പറയുന്നത് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളാണ്. നല്ല പ്രവർത്തനങ്ങൾ മാത്രമാണോ? അല്ല, ചീത്ത പ്രവർത്തനങ്ങളും.